ഈയിടെ ട്രൈ ചെയ്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയി മാറിയ കേക്കാണ് റോസ് മിൽക്ക് ഫ്ലേവർ കേക്ക്. അയ്യോ, കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കേക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ നാളായി യൂട്യൂബിൽ ഒരു ഡിസൈൻ കണ്ടിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് സോക്ക് ചെയ്തിട്ടുണ്ട് റോസ് മിൽക്കിലാണ് കേട്ടോ. പാലും കണ്ടൻസ്ഡ് മിൽക്കും റോസ് മിൽക്കിൻ്റെ എസൻസ് കൂടെ ചേർത്താണ്. അപ്പോൾ എനിക്ക് പാല് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ നോർമൽ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് ഗനാഷിലേക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ടാണ്, അതാണ് പിങ്ക് കളറിലിരിക്കുന്നത്. അത് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ദാ ഈ ഒരു പിങ്ക് കളറാണ്. എന്നിട്ട് അതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ദാ ഇതുപോലെ ഞാൻ യൂട്യൂബിൽ തന്നെ സേവ് ചെയ്ത് വെച്ചൊരു ഡിസൈനാണ്. അത് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ആദ്യം ചെയ്ത് നോക്കിയപ്പം ഭയങ്കര കുളമായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് എല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോഴും എനിക്ക് എന്തോ നന്നായോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ, എങ്ങനെയാണ് ഇത് സക്സസ്ഫുൾ ആയോ ഇല്ലയോ. അങ്ങനെ അവസാനം കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് പെട്ടെന്നൊരു ബലൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഒരു 1/4 മണിക്കൂർ കിട്ടി. അതുകൊണ്ട് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അവളും അവനും അങ്ങോട്ട് ഇങ്ങനെ കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇതെല്ലാം കണ്ടുകൊണ്ട് അവനിങ്ങനെ നോക്കിയിരുന്നിട്ട് ആരും പറയാതെ തന്നെ അവനിങ്ങനെ കേക്ക് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ചെറിയ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.